നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കുരുക്കായി 2ാം കേസിൽ അതിജീവിതയുടെ മൊഴി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. സംഭവബഹുലമായൊരു ഉച്ചനേരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യ വാർത്ത, ദിലീപ് കുറ്റവിമുക്തൻ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-നാണ്. സംഭവം നടന്ന് 8 വർഷവും 10 മാസവും തികയാനിരിക്കെയാണ് വിധി. രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം. കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ വി, വിജീഷ് VP, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ദിലീപിനെ കൂടാതെ 7ാം പ്രതി ചാർലി തോമസ്, സനൽകുമാർ, ശരത് എന്നിവരെയും വെറുതെ വിട്ടു. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയുടെ പ്രതികരണം. ഒരു കൂട്ടാരുടെ ഭാഗം മാത്രമാണ് അത്. അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ അന്വേഷണ ദിവസം മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥർ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. വിധി പരിശോധിച്ച് അപ്പീൽ പോകുമെന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് V. അജകുമാർ പറഞ്ഞത്. വിധി കേൾക്കാൻ കോടതി പരിസരത്തെത്തിയത് വൻ ജനക്കൂട്ടമായിരുന്നു. ദിലീപിനെ വെറുതെ വിട്ട വിധിക്ക് പിന്നാലെ ആരാധകർ മധുര വിതരണം നടത്തി. പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പാഠമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നൽകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. പൾസർ സുനി എന്തിനു വേണ്ടിയാണ് നടിയെ ഉപദ്രവിച്ചത്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നാണ് അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞത്. കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 കൊച്ചി. കോടതി വിധിക്ക് പിന്നാലെ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികളെയും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. വിപിൻ C. വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, കോടതി വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയോ? ഒപ്പം 1 മുതൽ 6 വരെയുള്ള പ്രതികളെ എപ്പോഴാണ് ജയിലിലേക്ക് മാറ്റുന്നത്? അനുജ, ജയിലിലേക്ക് ഇപ്പോൾ നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവരെ ജയിലിലേക്ക് മാറ്റുകയാണ്. ദിലീപ് ആലുവയിലെ വീട്ടിലേക്കും മടങ്ങുകയാണ്. ഇതാണ് ഇന്നത്തെ ഒരു ചിത്രമുള്ളത്. 1 മുതൽ 6 പ്രതികളെയാണ്, അതായത് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ഗൂഢാലോചന ഈ 6 പേർ ചേർന്ന് നടത്തി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അപ്പീൽ പോകാൻ തന്നെയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ അതിജീവിതയുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളത് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. ഈ 7.5 വർഷത്തെ ഒരു വിചാരണയ്ക്ക് ശേഷം ഇപ്പോൾ ദിലീപ് പുറത്തിറങ്ങിയതിനു ശേഷം പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ, അതായത് മഞ്ജുവിന്റെ ഒരു വാക്കോട് കൂടിയാണ് ഇതിലൊരു ഗൂഢാലോചന സിദ്ധാന്തം വന്നതെന്നും തനിക്കെതിരെ പോലീസ് പ്രവർത്തിച്ചു എന്നുള്ളതും കൃത്യമായ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ദിലീപിന്റെ ഒരു സംസാരം വരുന്നു. അതിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിലൊരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു ഗൂഢാലോചന ഏത് രീതിയിൽ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ദിലീപ് ഇനിയും വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനുള്ളത്. 6 പ്രതികളുടെയും കുറ്റം തെളിഞ്ഞിരിക്കുന്നു. അതായത് ഈ കേസിൽ 1 മുതൽ 6 പ്രതികളാണ് ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഈ നേരിട്ട് ഈ കൃത്യം ചെയ്ത ആളുകളല്ലാതെ മറ്റാരും തന്നെ ഈ കുറ്റക്കാരല്ല എന്നുള്ളത് കൂടിയാണ്. അതായത് ഇവരെ ഒളിക്കാൻ സഹായിച്ച 7ാമത്തെ പ്രതി, ഒപ്പം തന്നെ ദിലീപിന്റെ ഒരു സന്തത സഹചാരി എന്ന് പറയാവുന്ന ശരത്ത്, ഇവരൊന്നും തന്നെ, അതായത് ഈ സഹായിച്ചു എന്ന് പറയുന്ന ആളുകളും ഇതിൽ ഗൂഢാലോചനയ്ക്ക് പ്രധാന ഗൂഢാലോചന ആൾ എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള ദിലീപും തെറ്റുകാരനല്ല എന്നുള്ളതാണ് കോടതി വിധിച്ചിരിക്കുന്നത്.
പറയുന്നത് 1 മുതൽ 6 പ്രതികളെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവർക്ക് ഉള്ള ശിക്ഷ, ഇവർക്ക് പറയാനുള്ള ഭാഗങ്ങൾ കൂടി ഇനി എന്താണ് എന്നുള്ളത് കോടതി 12-ാം തീയതി കേൾക്കും. അതിനുശേഷമായിരിക്കും ശിക്ഷ വിധിക്കുകയും ചെയ്യുക. ഇപ്പോൾ നിലവിൽ 7 വർഷത്തോളം ശിക്ഷ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കുറച്ചിട്ടുള്ള ശിക്ഷയാണോ ഇനി വിധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രധാനമാണ്. കാക്കനാട് ജയിലിലേക്കാണ് നിലവിൽ കൊണ്ടുപോകുന്നത്. അതിനുശേഷമായിരിക്കും ഇനി 12-ാം തീയതിയാണ് ഇവരെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരിക. ആലുവ ദിലീപിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളവിടെ ഫോളോ ചെയ്തതാണ്. ആ സമയത്തൊക്കെ തന്നെ അവിടെ ഒരു എന്തായിരിക്കും ഈ ഒരു വിധി എന്നതിനെ സംബന്ധിച്ചൊരു ആകാംക്ഷയായിരുന്നു ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് ദിലീപിനെ ആരാധകർ, അനുകൂലികളൊക്കെ തന്നെ മധുരം വിളമ്പുന്നു എന്നുള്ളതാണ് ആലുവയിൽ നിന്നുള്ള കാഴ്ച. അല്പസമയത്തിനകം തന്നെ വക്കീലിനെ കണ്ട്, രാമൻപിള്ള വക്കീലിനെ കണ്ടതിന് ശേഷം ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് നിലവിലെ ഇവിടെ ഈ കൊച്ചിയിലെ ഇന്നത്തെ ഈ വിചാരണയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ. അനുജ, നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. ആ പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകും. കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയതിനു ശേഷമാണ് അല്പസമയത്തിനകം തന്നെ അവരെ ജയിലിൽ എത്തിക്കുമെന്നുള്ളതാണ് വിപിൻ സി വിജയൻ നൽകിയ വിവരം. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തി വിധിക്ക് പിന്നാലെ ദിലീപിന്റെ പ്രതികരണം. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്ത് നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്നൊരു ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്തൊരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് കള്ളക്കഥ മെനഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ദിലീപ് ആരോപിച്ചു. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തി ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി പൾസർ സുനിയെയും ജയിലിലെ മറ്റു പ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് തനിക്കെതിരെ കള്ളക്കഥ മെനഞ്ഞെന്നും ദിലീപ്. അത് കോടതിയിൽ തകർന്നെന്നും ദിലീപ്. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വിധിക്ക് പിന്നാലെ അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ വസതിയിലെത്തി ദിലീപ് നന്ദി പറഞ്ഞു. കൊച്ചി. ദിലീപ് ഇപ്പോൾ തിരികെ വസതിയിലെത്തിയിട്ടുണ്ട്, ആലുവയിലെ വസതിയിലെത്തിയിട്ടുണ്ട്. അവിടെയും വലിയ ആരാധകരുടെ തിരക്കുണ്ട് എന്നതാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ദിലീപ് ദീർഘമായി തന്നെ നേരത്തെ കോടതിക്ക് പുറത്ത് പ്രതികരിച്ചിരുന്നു. അവിടെയും ലഡു വിതരണം, മധുര വിതരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വലിയ വരവേൽപ്പ് നൽകുകയാണ് ആരാധക വൃന്ദം. നിതിൻ അംബുജനുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, മുദ്രാവാക്യം മുഴക്കിയും പടക്കം പൊട്ടിച്ചുമൊക്കെ ദിലീപിനെ വരവേൽക്കുകയാണ് ആരാധകർ. കോടതിയിൽ നിന്ന് ദിലീപ് ആലുവയിലെ വസതിയിലേക്ക് എത്തുന്നു. അവിടെയും വലിയ ആരാധക വൃന്ദത്തെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അവർ മുദ്രാവാക്യം മുഴക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു, ദിലീപിന് വലിയ വരവേൽപ്പ് നൽകുകയാണ്. നേരത്തെ കോടതിക്ക് പുറത്ത് നമ്മൾ സമാന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ദിലീപ് തിരികെ വസതിയിലേക്ക് എത്തുമ്പോൾ നിതിൻ അംബുജൻ വിശദാംശങ്ങൾ. വലിയ വരവേൽപ്പ് നൽകുകയാണ് ദിലീപിന്റെ ആരാധകർ. മുദ്രാവാക്യം മുഴക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. ദിലീപ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല വീണ്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കോടതിക്ക് പുറത്ത് ദീർഘമായി തന്നെ ദിലീപ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. തന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നത് എന്നതായിരുന്നു ദിലീപിന്റെ പ്രതികരണം. അതിൽ മഞ്ജു വാര്യരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്, മഞ്ജു പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങിയ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങിയതാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന, മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന എന്നതായിരുന്നു ദിലീപിന്റെ പ്രതികരണം. നിതിൻ, പറയൂ, ഇപ്പോൾ അവിടെയും വലിയ വരവേൽപ്പ്. ദിലീപ് വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലുവയിലെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ മധുരം വിതരണം ചെയ്തു. മധുര വിതരണം അവിടെയുമുണ്ട്. പടക്കം പൊട്ടിക്കുന്നു, മുദ്രാവാക്യം മുഴക്കുന്നു. അങ്ങനെ ദിലീപിന് വലിയ വരവേൽപ്പ് നൽകുകയാണ് ദിലീപിന്റെ ആരാധകർ. പ്രതികരിച്ചില്ല വീണ്ടും മാധ്യമങ്ങളോട്. അദ്ദേഹം വീട്ടിനകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്. വലിയ ആഘോഷം നടക്കുകയാണ്. എല്ലായിടത്തും അത്തരത്തിലേക്ക് ആഘോഷമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സംഘം പോലീസ്, അത് ക്രിമിനൽ പോലീസ് സംഘം എന്ന വാക്കാണ് ദിലീപ് നേരത്തെ ഉപയോഗിച്ചത്. ബി സന്ധ്യയുടെ പേര് പറയാതെ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു സംഘം തനിക്കെതിരെ ഗൂഢാലോചന നടത്തി, തൻ്റെ കരിയർ നശിപ്പിച്ചു, തൻ്റെ ഇമേജ് നശിപ്പിച്ചു, തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് നടന്നത്, ക്രിമിനൽ ഗൂഢാലോചനയാണ് നടന്നത്, തനിക്കെതിരായുള്ള ഗൂഢാലോചന എന്നാണ് പറഞ്ഞത്. അത് മഞ്ജു വാര്യർ പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങിയ ഗൂഢാലോചന എന്നാണ് പറയുന്നത്. ഏതായാലും സത്യം ജയിച്ചു എന്നൊക്കെയുള്ള പ്രതികരണം നേരത്തെ ദിലീപ് നടത്തിയതാണ്. കൂടുതൽ ഇപ്പോൾ പ്രതികരിക്കാൻ ദിലീപ് തയ്യാറായില്ല. വസതിയിലേക്ക് കയറിപ്പോയിരിക്കുന്നു. മധുരം നൽകി ആരാധകർ അത് ആഘോഷിക്കുകയാണ്. ആ വിജയം എന്ന തരത്തിലേക്ക് ആരാധകർ അത് ആഘോഷിക്കുന്നു. മുദ്രാവാക്യം മുഴക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്യുന്നു എന്ന കാഴ്ചയാണ്. എന്നാൽ സർക്കാർ പറയുന്ന ആ ഒരു പ്രതികരണം അല്പസമയം മുൻപ് നമ്മൾ CPIMന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സംസ്ഥാന സെക്രട്ടറി നടത്തി. കൂടാതെ സജി ചെറിയാൻ ഇപ്പോൾ അല്പസമയം മുൻപ് നിയമമന്ത്രിയും സംസാരിക്കുമ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു, അപ്പീൽ നൽകും എന്നും പറയുകയാണ്. നിതിൻ, പറയൂ ആലുവയിൽ നിന്നുള്ള വിവരങ്ങൾ. അനുജ, ആലുവയിലെ വീട്ടിൽ അല്പസമയം മുമ്പാണ് ദിലീപ് എത്തിയത്. ദിലീപ് ഇവിടെ ആലുവയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോഴും ദിലീപിനെ കാത്ത് ആരാധകരുടെ ഒരു കൂട്ടം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ദിലീപ് വാഹനത്തിൽ ഇറങ്ങിയതും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്താണ് ദിലീപിനെ വരവേറ്റത്. ഇപ്പോൾ ദിലീപ് വീട്ടിനകത്തേക്ക് പോയിരിക്കുകയാണ്. രാവിലെ നമ്മൾ ഈ വീടിന്റെ മുന്നിലേക്ക് വന്നിരുന്നു. ഒരു തണുത്ത ഒരു ആ നിലയിൽ ആളുകളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ദിലീപിനെ വെറുതെ വിട്ടതോടുകൂടി തന്നെ ആരാധകർ വലിയ രീതിയിൽ തന്നെ ഇവിടെ എത്തി വലിയ ആഘോഷമായി തന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തെ അവർ വരവേൽക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം, ഇങ്ങനെ കേക്കുകളും അതോടൊപ്പം തന്നെ മധുരവും വിതരണം ചെയ്ത് ഇപ്പോൾ ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചും ആരാധകരുടെ ഒരു വലിയ സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ദിലീപിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്തും അല്ലെങ്കിൽ പോലീസിനെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ദിലീപ് ഉന്നയിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ ഗൂഢാലോചന നടത്തി ക്രിമിനൽ പോലീസ് ഒരു കൂട്ടം ക്രിമിനൽ സംഘം പോലീസ് സംഘം ഇതിൽ ഗൂഢാലോചന നടത്തുന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ദിലീപ് വന്ന വാഹനം ഇപ്പോൾ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ ദിലീപിനെ ആ ഒരു വീടിന് സമീപത്തായി അവിടെ നിന്ന് ഇറങ്ങി
ദിലീപ് കാൽനടയായിട്ടാണ് ഈ വീട്ടിൽ ഉള്ളിലേക്ക് കയറിയത്. ആരാധകരെല്ലാം തന്നെ ദിലീപ് കണ്ട് കൈകൊടുത്തു, അവരോട് സന്തോഷം പങ്കിട്ടു. ഈ നിമിഷത്തെ തിരിച്ചുവരവിലെ സന്തോഷം പങ്കിട്ടങ്ങനെ ദിലീപ് ഇപ്പോൾ വീട്ടിലേക്ക് കയറിയിരിക്കുന്നു. ദിലീപ് വന്നപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടതാണ്. ആരാധകരുടെ വലിയൊരു കൂട്ടം ദിലീപിനെ പൊതിഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹപ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു. എന്തായാലും മധുര വിതരണം ചെയ്തും കേക്ക് മുറിച്ചുമാണ് ആരാധകർ ഈ നിമിഷത്തെ വരവേറ്റത്. രാവിലെ നമ്മൾ കോടതി പരിസരത്ത് കണ്ട ആളുകളും അതിനേക്കാൾ കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തിയിരുന്നു. അങ്ങനെ ദിലീപിന്റെ ആലുവയിലെ ഈ വീട്ടിലേക്ക് വലിയൊരു ആഘോഷമായി തന്നെയാണ് ഈ ഫാൻസ് അസോസിയേഷൻ ഇപ്പോൾ ഈ നിമിഷത്തെ ആഘോഷിക്കുന്നത്. നമുക്കറിയാം ദിലീപിന് ജാമ്യം കിട്ടിയ വേളയിലും സമാനമായ നിലയിൽ തന്നെ നിരവധി ആളുകൾ ആ ഒരു നിമിഷത്തെ ആഘോഷിച്ചിരുന്നു. ഇപ്പോൾ അതിനേക്കാളേറെ പ്രത്യേകിച്ചും കുറ്റവിമുക്തനായിരിക്കുകയാണ്, വെറുതെ വിട്ടിരിക്കുകയാണ്. ആ നിലയിൽ തന്നെ ആ ഒരു നിമിഷം ഇപ്പോൾ ആഘോഷിച്ചിരിക്കുകയാണ്. എന്തായാലും ദിലീപിന്റെ വലിയ ആഘോഷമാണ് ദിലീപ് ആരാധകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ആലുവയിലെ വസതിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. മധുരം നൽകി പടക്കം പൊട്ടിച്ചുള്ള ആഘോഷമാണ് ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നു. എന്നാൽ ദിലീപിനെ വെറുതെ വിടുന്നു. ദിലീപ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്നതാണിപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജയകുമാർ, നമുക്കിപ്പോൾ കോടതിയുടെ ഉത്തരവ് എന്ത് എന്നതിന് വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ 8ാം പ്രതി നടത്തിയ ഗൂഢാലോചന എന്ത് എന്നതിലേക്ക് എത്തിച്ചേരാൻ, അതിന് ഉതകുന്ന തരത്തിലേക്ക് തെളിവുകൾ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം മറ്റു പ്രതികളെ കൂടി 2 പ്രതികൾ കൂടിയുള്ളവരെയും വെറുതെ വിടുന്നു എന്നുള്ളതിലേക്ക്. അപ്പോൾ എന്താണ് കോടതി പറഞ്ഞു വച്ചിരിക്കുന്നത്? ഇത് 1 മുതൽ 6 വരെ പ്രതികൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചന, അവർ നടപ്പാക്കിയ കുറ്റകൃത്യം. അനുജ, ഇതിൽ അന്തിമ വിധിയുടെ, അതായത് കോടതി വിധി പ്രസ്താവനയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല. നമുക്ക് അഭിഭാഷകരിൽ നിന്ന് അല്പസമയം മുമ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ 8ാം പ്രതി ദിലീപുമായി കൂട്ടുചേർന്ന് ഒരു ഗൂഢാലോചന നടത്തിയെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. 1 മുതൽ 6 വരെ പ്രതികളുടെ ഗൂഢാലോചനയും അവരുടെ ക്രൈമും സംബന്ധിച്ചുള്ള തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് നിയമപരമായി നിലനിൽക്കുന്നതാണ്. പക്ഷേ ആ പ്രതികൾക്ക് നടൻ ദിലീപുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ദിലീപ് കൂടി ചേർന്നിട്ടാണ് ഈ ഗൂഢാലോചന നടത്തിയത്, അത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ പ്രവർത്തിച്ചത്, അവർ ആക്ട് ചെയ്തത് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് നടൻ ദിലീപിന് ഈ പ്രതികളുമായി നേരത്തെ മുതൽ ബന്ധമുണ്ടെന്നും ആ ബന്ധം ഉപയോഗിച്ച് നടിയെ ആക്രമിക്കാൻ വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുത്ത് നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് നടൻ ദിലീപിനെ ഒഴിവാക്കുകയാണ്. നടൻ ദിലീപിനെ 120B എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ആ 120Bക്കൊപ്പമുള്ള വകുപ്പുകൾ, അതായത് ഏതിനു വേണ്ടിയാണോ ഗൂഢാലോചന നടത്തിയത്, അതായത് ഇവിടെ നടിയെ ആക്രമിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ്, അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായുള്ള ഉപവകുപ്പുകൾ കൂടി ആ കുറ്റവാളിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. അതുകൊണ്ട് 120B എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ആ വകുപ്പിൽ നിന്ന് ഒരു പ്രതി ഒഴിവാകുമ്പോൾ അയാൾക്ക് ആ വകുപ്പിനോടൊപ്പം ചേർന്നുള്ള മുഴുവൻ വകുപ്പുകൾക്കും, അതായത് 1ാം പ്രതി നടത്തിയ കുറ്റം മുഴുവൻ ഈ 8ാം പ്രതി ഗൂഢാലോചനയിൽ പങ്കെടുത്തയാൾ ഉള്ളതുകൊണ്ട് ആ മുഴുവൻ വകുപ്പുകളിൽ നിന്നും അയാൾ കുറ്റമുക്തനാക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ എല്ലാ വകുപ്പിൽ നിന്നും ദിലീപ് കുറ്റമുക്തനാക്കപ്പെടുകയും സ്വതന്ത്രനായി ഇപ്പോഴിതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആലുവയിലെ വീട്ടിലെത്തുകയും ചെയ്തിരിക്കുകയാണ്. ആലുവയിലെ വീട്ടിൽ വലിയ ആഘോഷ പ്രകടനമാണ് നമ്മൾ നേരത്തെ കണ്ടത്. പടക്കം പൊട്ടിച്ചൊക്കെയാണ് ആരാധകർ സ്വീകരിച്ചത്. ഇപ്പോൾ കുടുംബാംഗങ്ങളോടൊപ്പം ദിലീപ് സമയം ചെലവഴിക്കുകയാണ് വീട്ടിൽ. ആ നിലയിൽ ഈ കേസിൻ്റെ സമ്പൂർണ്ണമായ കുറ്റകൃത്യത്തിൻ്റെ പങ്കാളിത്തം 1 മുതൽ പൾസർ സുനി മാർട്ടിൻ തുടങ്ങിയ പ്രതികളിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ചുമത്തപ്പെടുകയും അതിനിടയിലുള്ള പ്രതികളും അതിനൊപ്പം പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു പ്രതികൾ ഇതിലെ കുറ്റമുക്തരാക്കപ്പെടുകയും അവർക്ക് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ, നേരിട്ടോ നേരിട്ടല്ലാതെയോ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ തക്കതായ ഒരു തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിചാരണ കോടതി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവർക്ക് ഈ ശിക്ഷ അനുസരിച്ച്, ഈ വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെ കിട്ടുന്നതിന് അല്ലെങ്കിൽ നൽകുന്നതിന് തടസ്സമുണ്ടാകില്ല. അപ്പോൾ ആ ശിക്ഷ എന്താണ് എന്നത് 12ാം തീയതിയാണ്. 12ാം തീയതി ശിക്ഷയിന്മേലുള്ള വാദമാണ് കോടതിയിൽ നടക്കാൻ പോകുന്നത്. ആ ശിക്ഷയിന്മേലുള്ള വാദം കഴിഞ്ഞിട്ടാണ് എന്ത് ശിക്ഷ അവർക്ക് നൽകണം എന്ന് കോടതി തീരുമാനിക്കാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, നിയമമന്ത്രി പി രാജീവ് ഇപ്പോൾ പറഞ്ഞത് ഈ വിധിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വിധി പഠിച്ച് മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകുന്നതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുകയാണ്. ഈ കേസിൻ്റെ
വിധി പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അഡ്വക്കേറ്റ് അജകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത് 100% മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അതിൽ സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെയാണ് അഡ്വക്കേറ്റ് അജകുമാർ പ്രോസിക്യൂട്ടർ മറുപടി പറഞ്ഞത്. പക്ഷേ അത്തരം ഒരു പക്ഷേ എന്താണ് വലിയ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആ ആത്മവിശ്വാസം എന്താണ് വിധിന്യായത്തിൽ പ്രകടമല്ല എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് മേൽക്കോടതിയിൽ പോകുക, അപ്പീൽ പോകുക എന്ന നിലയിലേക്ക് തീരുമാനം വരുന്നുണ്ട്. അതിൻ്റെ നിയമോപദേശം ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനും ഇതിലെ പ്രോസിക്യൂട്ടറും ഒക്കെ ആലോചിച്ചാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് മേൽക്കോടതിയിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. അതിജീവിതയെ പിന്തുണയ്ക്കുന്ന അവരോടൊപ്പമുള്ളവരും ഒക്കെ പറയുന്നത് ഇതിൽ മേൽക്കോടതിയെ പോകണമെന്ന് തന്നെയാണ്. നിയമമന്ത്രി പി രാജീവ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയും അതിൽ എടുത്തിരിക്കുന്ന പ്രാഥമിക തീരുമാനം ഇതിൽ അപ്പീൽ നൽകുക എന്നത് തന്നെയാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം എന്നതിനപ്പുറത്തേക്ക് നിയമപരമായി എടുക്കേണ്ട തീരുമാനം കൂടിയാണ്. അതുകൊണ്ട് ആ ജഡ്ജ്മെന്റിന്റെ പൂർണ്ണരൂപം കിട്ടിയിട്ടായിരിക്കും ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. അതുവരെ ഇതിൽ ഈ തരത്തിൽ നിയമപരമായ വിലയിരുത്തലുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാകും. AGO ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനും ഒക്കെ ആയിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുതന്നെയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ദിലീപിനൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിലീപിനെ കൂടി ഉൾപ്പെടുത്തി ഇതിലെ ഗൂഢാലോചന കുറ്റം ചുമത്തിയ പ്രോസിക്യൂഷന്റെ നടപടിയാണ് ഭാഗികമായി അല്ലെങ്കിൽ ആ നിലയിൽ ഇവിടെ നിയമപരമായി റദ്ദാക്കപ്പെടുന്നത്. അതിനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ മറ്റൊരു കോടതിക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ അതൊരു ജുഡീഷ്യൽ ഒരു റിവ്യൂ ഈ ജഡ്ജ്മെന്റിൽ വിചാരണ കോടതി ഉത്തരവിന്മേൽ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് മേൽക്കോടതിയെ സമീപിക്കുക എന്നത് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ എടുക്കാൻ പോകുന്ന തീരുമാനം. ആ തീരുമാനത്തിലേക്ക് പ്രോസിക്യൂഷൻ എത്തുകയും ചെയ്യും. അതിൽ തർക്കമൊന്നുമില്ല, മേൽക്കോടതിയെ പോകും എന്നുള്ളതിൽ. ഇപ്പോൾ പ്രതിഭാഗം പറയുന്നുണ്ട്, പൾസർ സുനി മാർട്ടിൻ തുടങ്ങിയ പ്രതികളെ ശിക്ഷിച്ചതിനെതിരെ അവര് മേൽക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ നടിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ അടുത്ത തീരുമാനം എന്ത് എന്നതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പ്രതികരിക്കുന്നുണ്ടോ? അഭിഭാഷകരുടെ പ്രതികരണം എത്തുന്നുണ്ടോ? ആനുജ, ഇതിൽ പ്രോസിക്യൂട്ടർ ഇതിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിജീവിതയാണ്. അതിജീവിതയ്ക്ക് വേണ്ടിയാണ് പ്രോസിക്യൂഷൻ, അതിജീവിതയ്ക്ക് വേണ്ടിയാണ് സ്റ്റേറ്റ് കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോസിക്യൂഷന്റെ തീരുമാനം അത് യഥാർത്ഥത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടിയാണ് മേൽക്കോടതിയെ പോകുന്നത്. സ്വന്തം നിലയ്ക്ക് അതിജീവിതയ്ക്ക് ഇതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട സാഹചര്യമില്ല. അവർ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തുക മാത്രമേ ചെയ്യൂ. അഡ്വക്കേറ്റ് TB മിനി ഇതിലൊരു ലീഗൽ എയ്ഡ്, ഒരു നിയമസഹായമാണ് അതിജീവിതയ്ക്ക് ഈ കാലങ്ങളിൽ നൽകിക്കൊണ്ട് ആ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് ഫലത്തിൽ പ്രോസിക്യൂഷന് സഹായകമായ വിവരങ്ങൾ അതിജീവിത അവരുടെ അഭിഭാഷക വഴി പ്രോസിക്യൂഷന് കൈമാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇനിയും തുടരുകയും ചെയ്യും. ഇതിൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ആണ് ഇതിൽ പ്രോസിക്യൂഷൻ. അപ്പീൽ പോകേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ്. സ്റ്റേറ്റ് ആണ് അപ്പീൽ പോകാൻ ഒരുങ്ങുന്നത്. അതിജീവിത അത് ആഗ്രഹിക്കുന്നുണ്ടാകും. അതായിരിക്കും അതിജീവിതയുടെയും അവരോടൊപ്പമുള്ളവരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിനൊപ്പമായിരിക്കും സ്റ്റേറ്റ് നിൽക്കുക. അല്ലെങ്കിലും ഇതിന് സ്റ്റേറ്റിന് പോകേണ്ടി വരും. കാരണം അവരുടെ കുറ്റപത്രത്തിന്റെ ഒരു ഭാഗം ഇവിടെ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്, അസാധുവാക്കപ്പെട്ടിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇനി അതിജീവിതയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷന് മേൽക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് കരണീയം. അത് അങ്ങനെ തന്നെ ചെയ്യുകയും വേണം. കാരണം ഇത് പൾസർ സുനിയും മാർട്ടിനും ഈ നടിയോടുള്ള എന്തെങ്കിലും ശത്രുതയുടെ ഭാഗമായി ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ കരുതുന്നില്ല. അവരെ കൊണ്ട് അത് ചെയ്യിച്ചതിന് പിന്നിലെ ഇടപെടലുകളെ പറ്റിയാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത്. അത് കോടതി കണക്കിലെടുത്തിട്ടില്ല. അത് കൂട്ടിയിണക്കുന്നതിൽ ആ ഗൂഢാലോചന ഈ നമ്മൾ പറയുന്നത് പോലെ അത് മാല പോലെ ചേർത്ത് വെച്ച് പോകേണ്ടതാണ്. അങ്ങനെ ചേർത്ത് വെച്ച് പോകുന്നതിന് അസാധ്യമായ തരത്തിലാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്നതാണ് വിചാരണ കോടതിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് അത് പുനഃസ്ഥാപിച്ചു കിട്ടാൻ മേൽക്കോടതിയെ പോകേണ്ടത് സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ തന്നെയാണ്. അതിജീവിത അവരുടെ ലീഗൽ എയ്ഡ് വഴി അതിന് വേണ്ടുന്ന തരത്തിലുള്ള പിന്തുണ പ്രോസിക്യൂഷന് നൽകുകയും ചെയ്യും. അനുജ, നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾ കുറ്റക്കാർ, 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ളവർ വെറുതെ വിട്ടിരിക്കുന്നു അവരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിൽ കേസിൽ അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും സർക്കാർ അപ്പീൽ പോകുമെന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. ചില പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും ചിലർ ഒഴിവാക്കപ്പെട്ടതും എന്തുകൊണ്ട് എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന ദിലീപിന്റെ ആരോപണം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. പ്രതികരണങ്ങൾ കേൾക്കാം. ഇല്ല, പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല. ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല.
അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറ്റം തെളിയിക്കപ്പെട്ടു, അത് പ്രധാനപ്പെട്ടത് തന്നെ. എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത്. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സഹായകരമാകും. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് MLA ആയിരുന്ന തൃക്കാക്കര MLA ആയിരുന്ന ശ്രീ PT തോമസിൻ്റെ അതിശക്തമായ ഇടപെടലാണ് ഇതിങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാശിയോടുകൂടിയുള്ള ഇടപെടലാണ് ഇങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വരാൻ കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേസ് പോലും ഇല്ലാതെ പോകാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുമായിരുന്നു. ഈ കേസിൻ്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെൻറ് ആ നിലപാട് തന്നെ സ്വീകരിക്കും. CPIM ഉറച്ച നിലപാടാണ്, അതിജീവിതക്കൊപ്പമാണ്. ആ നിമിഷം മുതൽ ഇന്ന് വരെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അതെ, പോലീസ് ഒത്തുകളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവം ഉണ്ടാകുക. ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ. ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്നാണല്ലോ അതിൻ്റെ ഒരു ഗ്യാരണ്ടി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിൽ ഉടൻ തന്നെ അപ്പീലിന് പോവുക എന്ന നടപടിയിലേക്ക് കടക്കുകയല്ലേ? അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അടുത്തത്? അനുജ, ശിക്ഷാവിധി അടക്കം പുറത്തു വന്നാൽ മാത്രമേ പകർപ്പ് ലഭ്യമാകുകയുള്ളൂ. അതിനുശേഷം അത് പഠിച്ച ശേഷമായിരിക്കും പ്രോസിക്യൂഷൻ അപ്പീലിലേക്ക് പോവുക. അപ്പീൽ എന്നുള്ളത് ഒരു വസ്തുതയാണ്, അതവിടെ സംഭവിക്കുക തന്നെയും. അത് ആദ്യ പ്രതികരണമായി തന്നെ അദ്ദേഹം കോടതിക്കകത്ത് നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് നമ്മൾ പ്രോസിക്യൂട്ടർ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉറപ്പായും അപ്പീലിന് പോകും. അതിൽ ഈ വിധി പ്രസ്താവത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അതിൻ്റെ നടപടികളിലേക്ക് പോവുക. കാരണം ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ട് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ആവർത്തിച്ച് അവർ പറഞ്ഞു. അത്തരം തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ നിഷ്പ്രയാസം ദിലീപ് ആ കുറ്റത്തിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തേക്ക് വന്നിരുന്നു. സ്വാഭാവികമായും ലൂപ്പ് ഹോളുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ് എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഒരു കുറ്റമറ്റ അപ്പീൽ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പശ്ചാത്തലത്തിൽ വിധി പകർപ്പ് ലഭ്യമാകുന്നവരെ കാത്തിരിക്കും ഈ പറയുന്ന പ്രോസിക്യൂഷൻ. ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കത്തിൻ്റെ പകർപ്പ്, ഈ പൾസർ സുനി ദിലീപിന് അയച്ചു എന്ന് പറയുന്ന കത്തിൻ്റെ പകർപ്പിൻ്റെ ആധികാരികത, ഒപ്പം ഈ മെമ്മറി കാർഡിൻ്റെ ഒറിജിനൽ മെമ്മറി കാർഡ് അതിൻ്റെ അപര്യാപ്തത, ഒപ്പം 28ഓളം വരുന്ന സാക്ഷികളുടെ കൂറുമാറ്റം, അതെല്ലാം ഈ കേസിനെ അങ്ങേയറ്റം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. A1 ആയ സുനിൽകുമാറിനെയും A8 ആയ ദിലീപിനെയും കണക്ട് ചെയ്യാനായിട്ട്, അവരുടെ കോൺസ്പിറസി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തെളിവുകൾ ഇതിനെല്ലാം തിരിച്ചടിയായത് ഇതിൻ്റെയൊക്കെ അഭാവമാണെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിധി പൂർണ്ണമായും പുറത്തു വന്ന ശേഷം മാത്രമേ എവിടെയാണ് പ്രോസിക്യൂഷൻ പിഴച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും പ്രോസിക്യൂഷൻ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അവർ എങ്ങനെ മേൽക്കോടതിയെ സമീപിക്കും, അതിനെന്തെല്ലാം നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് വരും മാസങ്ങളിലൊക്കെ, ഒരുപക്ഷെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും എത്രയും പെട്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിയമമന്ത്രിയും സംസ്ഥാന സർക്കാരും ഒക്കെ അതിജീവിതക്കൊപ്പം എന്ന് ആവർത്തിക്കുന്നതിൻ്റെ സൂചന എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകും എന്നുള്ളത് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ പ്രധാനമായും 120B മുതൽ 370D വരെയുള്ള വകുപ്പുകൾ, ആ വകുപ്പുകളാണ് ഏറ്റവും പ്രധാനമായി ചുമത്തിയിരുന്നത്. അത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അവർ കോൺസ്പിറസി നടത്തിയെന്നും അവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ടുവെന്നും അവർക്കെതിരെ കൃത്യമായ തെളിവുണ്ടുവെന്നും എല്ലാം കോടതി അംഗീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ എല്ലാം മാസ്റ്റർ കോൺസ്പിറേറ്ററായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് ദിലീപിനെയാണ്. പക്ഷേ ഈ 1-ാം പ്രതിക്കും 8-ാം പ്രതിയായ ദിലീപിനും തമ്മിലുള്ള കോൺസ്പിറേഷൻ, ആ ഗൂഢാലോചന തെളിയിക്കാൻ ഒരു തരത്തിലും പ്രോസിക്യൂഷൻ ആയിട്ടില്ല. അവർ നിരത്തിയ തെളിവുകളൊക്കെ അപര്യാപ്തമായിരുന്നു. 8 ഇടങ്ങളിൽ ഗൂഢാലോചന നടന്നു, സാമ്പത്തിക ഇടപാട്, ഇവരുടെ മൊഴി, അതൊന്നും ഈ പറയുന്ന കോൺസ്പിറസി തെളിയിക്കാനായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദിലീപ് അക്വിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. വീണ്ടും പവർഫുൾ ദിലീപ് എന്ന രീതിയിലേക്ക് ദിലീപ് മാറുകയാണ് അനുജ.
അതാണ് വിവിധ സിനിമാ സംഘടനകൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്നു. ഒപ്പം പെഫ്കയിലേക്കും അദ്ദേഹത്തെ തിരിച്ചെടുക്കും എന്നുള്ളതാണ്. ഇതിനിടെ ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം വരുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് CPI എന്ന് പറയുന്നു. ഇതോടെ ഈ വിധിയോടെ അവസാനിക്കുന്നില്ല സിനിമയിൽ നീതിക്ക് വേണ്ടിയുള്ള സമരം എന്ന് അദ്ദേഹം പറയുകയാണ്. അതിജീവിത ഉയർത്തിയ സത്യത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും പതാകയാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ സിനിമാ രംഗത്തെ കൂടുതൽ പേർ രംഗത്ത് വരും. സ്ത്രീ അവകാശങ്ങളുടെ കൂടെയായിരിക്കും CPI എന്ന് പറയുകയാണ്. ആരാണ് കുറ്റക്കാരായ പ്രതികൾക്ക് ശക്തി പകർന്നവർ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് നടി രഞ്ജിനി പറഞ്ഞു. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നും രഞ്ജിനി 24നോട് പറഞ്ഞു. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ തൊട്ട് എവിഡൻസ് എല്ലാം കറക്റ്റായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ തന്നെ ടെമ്പറിങ് നടന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പോൾ കോടതിയിൽ വന്നപ്പോൾ ഇനഫ് എവിഡൻസ് ഇല്ല ഒരാളെ പിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് കാരണം കൊണ്ടാണ് ദിലീപിന് ഇന്നസെന്റ് ആയത്. അതിജീവിത കടുത്ത ആഘാതത്തിലാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി 24നോട് പറഞ്ഞത്. തുടങ്ങിവെച്ച പോരാട്ടം തുടരുമെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. അവളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു 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 മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? കാരണം ഒരു പ്രതി ഒന്നായ ഒരാളാണ് ആ ആളുടെ പേര് പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്. വേറെ എത്രയോ സിനിമയിലുള്ള പ്രമുഖർ ഇവിടെ ഉണ്ടായിട്ടും ആ ഒരു വ്യക്തിയുടെ പേര് മാത്രം പറഞ്ഞ ഒരാളാണ്. ആ ആള് പറഞ്ഞിട്ടും ഈ വ്യക്തിക്കെതിരെ ഇത്രയധികം തെളിവുകളും ഇത്രയധികം സാക്ഷികളും ഉണ്ടായിട്ടും ഇതാണ് എങ്കിൽ എന്നൊരു ഷോക്കിലാണ് സത്യത്തിൽ ഇരിക്കുന്നത്. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച റിമ കല്ലിങ്കിലും രമ്യ നമ്പീശനും രംഗത്തെത്തി. എപ്പോഴത്തെക്കാളും കരുത്തോടെ ഇപ്പോൾ അവൾക്കൊപ്പമെന്ന് റിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവൾക്കൊപ്പം എന്നായിരുന്നു രമ്യ നമ്പീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദിലീപിനെ വെറുതെ വിട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ച് നാദിർഷ രംഗത്തെത്തി. നടിയെ സത്യമേവ ജയതേ എന്നാണ് നാദിർഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത്തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇതിൽ ഇപ്പോൾ ഈ കോടതി വിധി എന്താണ് അത് കൂടുതലായി പറയുന്നത് നമുക്കറിയില്ല. ഏതായാലും തെളിവ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഗൂഢാലോചന പ്രത്യേകിച്ച് തെളിയിക്കുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പക്ഷേ തെളിവുകളുണ്ട് എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ അഭിഭാഷക നമ്മളോട് നേരത്തെയും രാവിലെയും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പ്രതികരണവും ഒക്കെ അങ്ങനെയാണ്. തങ്ങൾക്ക് ചെയ്യാവുന്നത് മുഴുവൻ കോടതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലേക്കൊക്കെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടും പക്ഷെ കോടതി അത് പര്യാപ്തമല്ല എന്ന് പറയുന്നു എന്നതാണ് വിജയകുമാർ. ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വിധി, കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷെ കോടതി കണ്ടെത്തേണ്ട കാര്യം ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്? ഈ കുറ്റത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്? ആരാണ് ഇവരെ പറഞ്ഞയച്ചത്? അത് കണ്ടുപിടിക്കണ്ടേ? ഇത് ഇന്നയാളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല. ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാൻ എൻ്റെ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്കും സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും എടുത്തിട്ടില്ല, തെളിവായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അപ്പോൾ വളരെ കൃത്യമായ വീഴ്ചയാണ് പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭരണകൂടം വളരെ കൃത്യമായി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ക്രിമിനൽ പോലീസ് സംഘം ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ ഒഴിവായി കുറ്റവിമുക്തനായി കഴിഞ്ഞ ദിലീപ് അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, അത് അവർക്ക് എന്തും പറയാലോ. കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ ഇനി മറ്റു പല ഗൂഢാലോചനയും ഇതിനകത്ത് നടന്നു, ബോധപൂർവമായി പ്രതി ചേർത്തു എന്നൊക്കെ അത് പലതുമാണ്. അതല്ലല്ലോ ഇവിടെ മുഖവിലക്കിടക്കേണ്ടത്, അതല്ലല്ലോ. വളരെ കൃത്യമായിട്ട് ഈ അതിജീവിത 8 വർഷം അവർ നടത്തിയ പോരാട്ടത്തിൽ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഞങ്ങളൊക്കെ ഈ സമൂഹം, പൊതുസമൂഹം, കേരളത്തിലെ നീതിബോധമുള്ള മുഴുവൻ പൊതുസമൂഹവും അവൾക്കൊപ്പമാണ്. അവൾ വിജയിച്ചിരിക്കുകയാണ്. അവൾക്ക് ഈ വിധി അവൾ
അവൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവളൊരു ചരിത്രമാണ്. അവൾ നടത്തിയ നിശ്ചയദാർഢ്യമുള്ള ആ പോരാട്ടമാണ് ഈ കേസ് ഇതുവരെ എത്തിച്ചത്. ഏതായാലും ഇനിയും കോടതികളുണ്ട്, അവിടേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. വിധിയുടെ മറ്റ് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ തുടക്കം വളരെ നിരാശാജനകമാണ്. ഒരു ഗൂഢാലോചന കേസിലെ 120B ഒരു തരത്തിലും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത്തരം നീതി തേടി കെ രമയുടെ പ്രതികരണമാണ് കേട്ടത്. ഇത് നിരാശാജനകമായ വിധിയാണ്. പക്ഷെ മേൽക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളത് പ്രതീക്ഷയുണ്ട്. എന്നാൽ അവൾ പരാജയപ്പെടുന്നില്ല. അവൾ ചരിത്രപരമായൊരു പോരാട്ടമാണ് നടത്തിയത് എന്നാണ് കെ രമ പറഞ്ഞത്. എസ് വിജയകുമാർ തുടരുന്നു. വിജയകുമാർ, നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇപ്പോൾ കെ രമ പറയുന്നത് എന്തുകൊണ്ടാണ് ചിലർ ശിക്ഷിക്കപ്പെടാതെ പോയത്? ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഏറ്റെടുത്ത് വരികയാണെന്ന് തോന്നുന്നു പ്രതിപക്ഷം. ഏതായാലും തെളിവ് എന്നുള്ളത് എത്രത്തോളം പ്രധാനമാണ് എന്നത് ഒരിക്കൽ കൂടി നമ്മളിവിടെ പറയേണ്ടി വരുന്നു. അനുജ, അതിലെ ഈ പ്രതികരണങ്ങളിലേക്ക് വരുന്നതിന് ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നത് ഈ താരസംഘടന അമ്മയുടെ പ്രതികരണമാണ്. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്നാണ് താരസംഘടനയുടെ ഒരു FB പോസ്റ്റ്. അത്രയും മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഒരിക്കൽ കൂടി, നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്നാണ് പറയുന്നത്. അനുജ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ എങ്ങനെയാണ് പരാജയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, പ്രോസിക്യൂഷന് അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകിയ 28 പേരാണ് വിചാരണ ഘട്ടത്തിൽ കൂറുമാറി പ്രതിഭാഗത്തിനോടൊപ്പം ചേർന്നത്. അതിൽ ഈ താരസംഘടനയുടെ, നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പ്രസ്താവന വായിച്ച അമ്മയുടെ താരസംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന താരങ്ങൾ ഉൾപ്പെടെ വിചാരണ കോടതിയിൽ പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴി നൽകിയിട്ടുണ്ട്. അതൊന്നും 2 പേരല്ല, 28 പേര് അങ്ങനെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിൽ 2 or 3 പേര് അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിൽ 2 പേര് താരസംഘടനയിലുള്ളവരാണ് എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷെ അപ്പോഴും 28 പേര് മൊഴി മാറ്റി എന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു വിചാരണയുടെ ഘട്ടത്തിൽ ഇത്രയും ആളുകൾ മൊഴി മാറ്റുന്നത് ആ വിചാരണ ആകെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് എന്നത് നമുക്ക് അത് മറക്കാൻ കഴിയുന്നതുമല്ല. ഈ പ്രോസിക്യൂഷൻ ഒരു പക്ഷേ കോടതിയിൽ നേരിട്ട പ്രതിസന്ധികളിൽ ഒന്ന് ഈ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ മൊഴിമാറ്റം തന്നെയാകാം. അതൊരു പക്ഷേ ജഡ്ജ്മെന്റ് അതിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ മാത്രമേ പ്രോസിക്യൂഷൻ എവിടൊക്കെയാണ് പരാജയപ്പെട്ടത് എന്നറിയാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എന്നുവെച്ചാൽ, പ്രോസിക്യൂഷൻ ഇപ്പോൾ അഡ്വക്കേറ്റ് അജകുമാർ, അദ്ദേഹത്തെ പോലെയുള്ള അഭിഭാഷകർ ഇതിൽ കാര്യമായ ജോലി എടുത്തിട്ടുണ്ട് എന്നതിൽ ആർക്കും ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. ഇതിൽ കൊണ്ടുവരാൻ കഴിയുന്ന പരമാവധി തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതിനെ സാധൂകരിക്കുന്ന നിരവധി ഡിജിറ്റൽ എവിഡൻസുകളും കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ കേസിൻ്റെ വിചാരണയുടെ എത്രയെത്ര ഘട്ടങ്ങളിലാണ് മേൽക്കോടതിയെ സമീപിക്കേണ്ടി വന്ന ഇടക്കാല ഉത്തരവുകൾക്കായി ഇന്ററിം റിലീഫിനായി അതിജീവിതയ്ക്ക് മേൽക്കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായത്. രാഷ്ട്രപതി ഭവനിൽ വരെ നിവേദനം കൊടുക്കേണ്ട നിലയിലേക്ക് പലപ്പോഴും അതിജീവിതയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന നിയമ സഹായം നൽകുന്ന അഭിഭാഷകർക്കോ ആ നിലയിലുള്ള ഇടപെടൽ വരെ നടത്തേണ്ടി വന്നത് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു കേസ് നടത്തിപ്പിൽ 90 പ്രാവശ്യമാണ് ദിലീപ് ഈ കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ വിചാരണ നിർത്തിവെക്കേണ്ടുന്ന തരത്തിൽ അതിൽ ഇടപെടൽ ഉണ്ടാകുന്ന തരത്തിൽ മേൽക്കോടതികളും മറ്റു കോടതികളിലും വിവിധ വിഷയങ്ങളിൽ അപ്പീൽ കൊടുത്തു, അല്ലെങ്കിൽ ഹർജികൾ കൊടുത്തു. അപ്പീലല്ല, ഹർജികൾ കൊടുത്തു. 90 ഹർജികളാണ് ഈ വിഷയത്തിൽ ഇടക്കാല ആവശ്യങ്ങൾക്കായി പല കോടതികളിലായി വന്നത്. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് B. രാമൻപിള്ള പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിഭാഷക ജീവിതത്തിലെ അമ്മയുടെ ഭാഗത്തുനിന്ന് തിരിച്ചെടുക്കാനുള്ള, അതായത് അത്തരം തീരുമാനങ്ങളൊക്കെ നമ്മൾ ജനറൽ ബോഡിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം ഒഫീഷ്യൽസ് തന്നെ പറയും. ഞാൻ സ്പോക്ക് പേഴ്സൺ അല്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അറിയിച്ചോളൂ. ചെറുതായിട്ട് താങ്ക് യു. സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അങ്ങനെയല്ല, ഈ വിധിയിൽ ഞാൻ സന്തോഷവതിയാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നില്ല. അതായത് 2 പേരും നമ്മുടെ കൊളീഗ്സ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇദ്ദേഹം അത് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് അന്നും ഇന്നും. അത് ഞാൻ എവിടെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കതിൽ സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ നടിക്കൊപ്പം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിധിക്കുന്നത് പോലെ അല്ലല്ലോ, ഇത് കോടതി തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമല്ലേ. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കോടതി വിധിയെ അംഗീകരിക്കുന്നു,
നമ്മളെന്തായിരുന്നോ വിചാരിച്ചത് അത് തന്നെ വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇനി മറിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കോടതി വിധിക്കൊപ്പം തന്നെ നമ്മൾ നിന്നേനെ. അത്രേ ഉള്ളൂ. ഓക്കെ, എൻ്റെ വണ്ടി ഇവിടെ. അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം അല്പസമയം മുൻപ് നടന്നു. അത് പൂർത്തിയായതിനു ശേഷം ലക്ഷ്മിപ്രിയ പ്രതികരിക്കുകയായിരുന്നു. കോടതി വിധിയിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ രണ്ടുപേർക്കും ഒപ്പമാണ് എന്നും പറയുന്നു. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ്. അമ്മയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ ഉള്ള തീരുമാനമൊക്കെ ഇപ്പോൾ തന്നെ അത് ഔദ്യോഗികമായി പ്രതികരിക്കും അതിന്റെ ഭാരവാഹികൾ എന്നതാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഒപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കുമെന്നത് സംഘടനാ പ്രസിഡന്റ് ബി രാഗേഷ് 24 അല്പസമയം മുൻപ് വ്യക്തമാക്കി. നടപടികൾ വേഗത്തിലുണ്ടാകുമെന്നും ബി രാഗേഷ് 24 പറഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. കാര്യം അതിനകത്ത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. കുറ്റം ചെയ്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കി കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ അത് വളരെ സത്യസന്ധമായ ഒരു വിധിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംഘടനയെ സംബന്ധിച്ച് ഈ വിധി ഞങ്ങൾ സന്തോഷം പകരുന്നതാണ് എന്നുള്ളതാണ്. കാര്യം ഞങ്ങളുടെ നിരവധി ആൾക്കാരുടെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിലീപ്. അദ്ദേഹം ഈ സംഘടനയിൽ അത്ര ആക്റ്റീവായിരുന്നില്ല. അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് മെമ്പറാണെന്നുള്ള ആൾ. മെയിനായിട്ട് അദ്ദേഹം അമ്മ അസോസിയേഷനിലെ അംഗമാണ്. ഞങ്ങളുടെ സംഘടനയിലെ ഒരു അസോസിയേറ്റ് അംഗമായിരുന്നു അദ്ദേഹം. ഇനി സിനിമ ചെയ്യുമ്പോൾ ഓൾറെഡി ടെമ്പററി മെമ്പർഷിപ്പ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ആ പഴയ മെമ്പർഷിപ്പ് ഈ കാര്യത്തിൽ പുറത്താക്കിയതുകൊണ്ട് തിരിച്ചു കൊടുക്കും. അതിപ്പോൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനമെടുക്കുള്ളൂ. ദിലീപിനെ കുറ്റവിമുക്തനാക്കി വിചാരണ കോടതി വിധി സ്വീകരിക്കാനോ നിരസിക്കാനോ ഇല്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദിലീപ് അറസ്റ്റിലായപ്പോൾ ആദ്യം നടപടിയെടുത്തത് ഫെഫ്കയാണ്. നിലവിലെ സാഹചര്യത്തിൽ ദിലീപിന് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. ഫെഫ്ക യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് അംഗത്വം തിരികെ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടാതെ പോകുമ്പോൾ അതിന് കൃത്യമായ നിയമപരമായ വിശദീകരണങ്ങൾ അതിനകത്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് വായിച്ച ശേഷം സംഘടന പ്രതികരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, അങ്ങനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ സ്വാഗതം, തിരസ്കാരം തുടങ്ങിയ ദ്വന്ദ്ങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ഒരു വിധിയെ നമുക്കങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് രണ്ടാമത്തെ പീഡന കേസിലെ പരാതിക്കാരിയുടെ മൊഴി. ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. ലൈംഗികാതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചു എന്നുമാണ് മൊഴി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, വിശദമായി തന്നെ കാര്യങ്ങൾ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ആ മൊഴി പകർപ്പാണ് കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണ സംഘം. എപ്പോഴാണ് വിധി ഉണ്ടാവുക? വാദം പൂർത്തിയായില്ലേ? മനീഷ്, കേൾക്കാമോ? അനുജ, നിലവിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇത് വളരെ ഗൗരവത്തിലുള്ളൊരു കേസാണെന്നുള്ള കാര്യം കോടതിയെ ബോധിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അതിജീവിതയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇന്നലെയാണ് AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തി 23കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൊഴിയിലെ വിശദാംശങ്ങളാണ് ഏറെ ഞെട്ടിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒന്നാമത്തെ കേസിനേക്കാൾ ഗുരുതര സ്വഭാവമുള്ളതാണ് രണ്ടാമത്തെ കേസ് തെളിയിക്കുന്നതാണ് ഈ പെൺകുട്ടി നിലവിൽ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ള മൊഴി എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഒരു ബ്രൂട്ടൽ റേപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ സംഭവം നടന്നത് 2023 അന്ന് ഈ പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ എത്തിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. ഐ വാണ്ട് ടു റേപ്പ് യു എന്ന രീതിയിൽ വളരെ പൈശാചികമായി തന്നെ പീഡിപ്പിച്ചു എന്ന്, അതൊപ്പം തന്നെ ശരീരമാസകലം മുറിവേൽപ്പിച്ചു എന്ന് കൂടി പെൺകുട്ടി പറയുന്നുണ്ട്. ഈ പീഡനത്തിന് ശേഷം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേ നാളോളം ഈ പെൺകുട്ടിയുടെ ഫോൺ വിളികൾക്കോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടാൻ തയ്യാറായില്ല. പിന്നീട് ആദ്യം വിവാഹ വാഗ്ദാനം ഈ പെൺകുട്ടിയോട് നടത്തിയായിരുന്നു പീഡനം. എങ്കിൽ പിന്നീട് ഈ പീഡനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് ഒഴിഞ്ഞു. അത് ഒഴിവാക്കിയ ശേഷം പിന്നീട് ഈ പെൺകുട്ടിയുമായി ബന്ധമില്ലായിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം പെൺകുട്ടി താമസിക്കുന്ന കേരളത്തിലെ വീട്ടിലെത്തിയ ശേഷം അതിൻ്റെ വാതിക്കൽ വാഹനവുമായി എത്തിയ ശേഷം തൻ്റെ കൂടെ വരണമെന്നും എന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തി. അങ്ങനെ പെൺകുട്ടിക്ക് പിന്നീട് ഇയാളെ കാണുന്നത് തന്നെ വളരെ ഭീതിയായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി നൽകണമെന്ന് പലവട്ടം
ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഭയമായിരുന്നു എന്ന് പെൺകുട്ടി പിന്നീട് ഈ അന്വേഷണ സംഘത്തോട് പറയുന്നത്. ഇപ്പോഴും തനിക്ക് കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ഭയമുണ്ട്, ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ ക്രൂരമായിട്ടുള്ള അനുഭവമാണ് എന്നാണ് ഈ പെൺകുട്ടി നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പെൺകുട്ടിയുടെ രഹസ്യ മൊഴി എന്ന രീതിയിലാണ് അത് രജിസ്റ്റേർഡ് കവറായി തന്നെ നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പ്രതിഭാഗം സ്വാഭാവികമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും ജാമ്യം നൽകണമെന്ന കാര്യം ആവർത്തിച്ചു. ഒന്നാമത്തെ കേസിലെ പോലെ ആവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ ആദ്യത്തെ കേസിലും ഇതേ കോടതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ കേസിൽ ആദ്യത്തെ കേസിൽ ഹൈക്കോടതി 15 വരെ ആ കേസ് പരിഗണിക്കുന്നത് വരെയുള്ള അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ പക്ഷേ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടേണ്ട എന്ന നിലപാടിലേക്ക് SIT എത്തിച്ചേർത്തിരിക്കുന്നു. പക്ഷേ രാഹുൽ എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുലിനെ സഹായിക്കുന്നവരെയും നിലവിൽ നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ് SIT. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് രാഹുലിനെ പിടികൂടാത്ത എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസിൽ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിൻ്റെ വാദം പൂർത്തിയായ ശേഷം അല്പസമയത്തിനകം തന്നെ അതിൽ വിധി പറയും. ഒന്നെങ്കിൽ നാളേക്ക് വിധി പറയുക, അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടുന്ന സമയത്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം നൽകുമോ ഇല്ലയോ എന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പറയുക. അനുജ, അതാണ് രണ്ടാമത്തെ കേസിലാണ് ഇപ്പോൾ അതിജീവിതയുടെ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്ന് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയയായി എന്ന് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഭയമാണ് എന്നുകൂടി പെൺകുട്ടി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പറയാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് മനീഷ് മഹിപാൽ അറിയിച്ചത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പഞ്ചായത്തിലോട്ട് co-sponsored by വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്നും വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തെക്കൻ കേരളത്തിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ 11,168 വാർഡുകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 15,432 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലായി 62,51,219 പുരുഷന്മാരും 70,32,444 സ്ത്രീകളും 126 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ജില്ലയിലെ 186 ബൂത്തുകളിലാണ് പ്രശ്നസാധ്യതയുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവേശം കൊട്ടിക്കയറിയ പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിനുള്ള ദിവസമാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചരണം സജീവമാണ്. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകളിലേക്ക്. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്ന് 11 മണി വരെ ദർശനം നടത്തിയത് 45,271 പേരാണ്. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട്. പുല്ലുമേട് വഴി എത്തുന്നവർക്ക് 18ാം പടി ചവിട്ടുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. വാവരസ്വാമി നടയ്ക്ക് മുന്നിലുള്ള ആഴിക്ക് സമീപമുള്ള ആൽമരത്തിനരികിലൂടെ പ്രവേശിച്ച് ഇവർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. തൃശൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി സുബ്രനാണ് കൊല്ലപ്പെട്ടത്. വനംവകുപ്പിന്റെ അനാസ്ഥ എന്നാരോപിച്ച് ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. രാവിലെ 6 മണിയോടെയാണ് കാട്ടാന ആക്രമണം.
ചായ കുടിക്കാനായി സുബ്രൻ വീട്ടിൽ നിന്ന് ചായപ്പൻകുടി ജംഗ്ഷനിലേക്ക് എത്തിയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം. സുബ്രൻ തൽക്ഷണം മരിച്ചു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആള് ഓടി വന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ താഴത്തൊരാള് വഴിയിൽ കിടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ശ്വാസം വലിക്കുന്ന, ഇവിടെ ഭയങ്കരമായിട്ട് ആള് ശ്വാസം വലിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കാം. അപ്പോൾ ആള് സൈഡിൽ കിടക്കാം. അപ്പോൾ ആ വഴി ഫോറസ്റ്റുകാർ പോയിട്ടും അവരാരും കണ്ടില്ല. റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു, പക്ഷെ ആരും കാണാൻ പറ്റാത്ത രീതിയിൽ പുല്ലിൽ കിടക്കണേ. ചായപ്പൻകുടി ഫോറസ്റ്റ് സ്റ്റേഷൻ 100 മീറ്റർ മാത്രം അകലെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. ഓഫീസിന്റെയും വാഹനത്തിന്റെയും ചില്ലുകൾ നാട്ടുകാർ അടിച്ചു തകർത്തു. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വിഷയത്തിൽ ശക്തമായ പ്രതിരോധ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തൃശൂർ.